ഗാനമേളകള് എനിക്ക് തോന്നുന്നു അധികം ദുബായ് അബ്രോഡ് അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞ മലയാളികളുള്ള സ്ഥലത്തൊക്കെ വിളിക്കുമ്പോ പോകേണ്ടി വരും നമ്മള്. അവിടെയൊക്കെ എത്ര നാൾ വരെ വിളിക്കുന്നുള്ള മാത്രമേ ചോദ്യമുള്ളൂ. അല്ല അവിടെയൊക്കെ പോകുമ്പോ അധികം പിന്നെ അടിച്ചുപൊളിയുള്ള പാട്ടുകളല്ലേ എല്ലാം വേണം ആൾക്കാർക്ക്. ഇപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് പഴയ ആൾക്കാരും ഉണ്ടാവും. ഈ പറഞ്ഞ മാതിരി കുറച്ച് കുറെ നാളുകളായിട്ട് അവിടെ താമസിക്കുന്ന പ്രവാസികളുടെ ഒരു 60+ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ 80s 90s പാട്ടുകൾ അപ്പൊ അതും നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ പുതിയ ജനറേഷൻ ഇപ്പൊ പഠിക്കാൻ പോകുന്ന പിള്ളേരുണ്ടാവും കുറെ, പിന്നെ വർക്ക് ചെയ്യുന്ന, അപ്പൊ എല്ലാ ജനറേഷൻസും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകാന്നുള്ളതാണ്. കൂടുതലും ആൾക്കാർ ഇങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് പൊതുവെ അത് ലേഡീസ് ക്രൗഡൊക്കെ കുറച്ചുകൂടെ ഫാസ്റ്റ് നമ്പേഴ്സിലോട്ട് വന്ന അങ്ങനെ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കാരണം എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിന്, കാരണം വെച്ചാല് അത് ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയും. കാരണം കാരണം വെച്ചാല് ഈ ഫാസ്റ്റ് നമ്പേഴ്സ് എൻജോയ് ചെയ്യുന്ന ആൾക്കാര് വൈബ്രന്റ് ആയിരിക്കും. നമ്മൾ അവരെ മാത്രമേ കാണുള്ളൂ. നമ്മളിപ്പോ നോക്കുമ്പോ അവര് ഡാൻസ് കളിക്കുന്നു അല്ലേ, പക്ഷെ ഇത് മാറിയിട്ട് നമ്മൾ വേറെ സൈഡിലേക്ക് നോക്കുമ്പോ നല്ല മ്യൂസിക് കേൾക്കാൻ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. അവരാരും ശ്രദ്ധിക്കൂല. ഞാൻ ശ്രദ്ധിക്കും, പക്ഷെ അപ്പൊ ശ്രദ്ധിക്കാത്തോണ്ടാണ് അത് പറഞ്ഞത്. അടിപൊളി അങ്ങനെയില്ല, എല്ലാം ആസ്വദിക്കുന്ന ഇങ്ങനെ ആൾക്കാർ ഡാൻസ് കളിക്കുന്ന. അതെ പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഈ അടിപൊളി കളിക്കുന്നവര് ചിലപ്പോ ഡ്രിങ്ക്സ് കഴിച്ചിട്ടായിരിക്കും അവര് പരിപാടി പിറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പരിപാടി, അന്ന് അവര് ഡ്രിങ്ക്സിന്റെ പുറത്തായിരിക്കും ഇതൊക്കെ ആഘോഷം.